ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതൊരു ഒത്തൻറ്റിക് റെസിപ്പിയാണ്. 100% സക്സസ്ഫുൾ റെസിപ്പിയാണ്. ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ബിരിയാണി ഇതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ്റെ തൈ പീസസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പീസസ് വേണമെങ്കിലും എടുക്കാം. പിന്നെ 1 കിലോ ചിക്കൻ ആണെങ്കിൽ ഒരു 1/2 കപ്പ് കേർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. സെറ്റ് കേർഡാണ് എടുത്തിരിക്കണേ. കട്ട തൈരാണ് നല്ലത്. നമ്മുടെ ലൂസായിട്ടുള്ള കേർഡിനേക്കാളും കട്ട തൈരാണ് നല്ലത്. ഇനി ഒരു നാരങ്ങ നീര് ഞാൻ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കശ്മീരി ചില്ലിയാണ്. കശ്മീരി ചില്ലി എരിവിന് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ഗരം മസാല 1 സ്പൂൺ തൊട്ട് 1.5 സ്പൂൺ വരെ ആവാം. അതിനുശേഷം പുതിനയുടെ ഇല, മിൻറ്റ് ലീവ്സ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ മാരിനേഷൻ. ഇതിൽ മല്ലിപ്പൊടിയും മല്ലി ഇലയും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ചിലർ ആഡ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഈ റെസിപ്പിയിൽ നമ്മളത് ആഡ് ചെയ്യില്ല കേട്ടോ. പിന്നീട് നമുക്ക് സവാള വറുത്തെടുക്കാം. ഒരു 4 സവാള ഞാൻ സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ അത് കോരി മാറ്റുക. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ സ്വാദ് വരും. അതിനുശേഷം ഈ സവാളയിൽ നിന്ന് കുറച്ച് ഞാൻ ഗാർണിഷിങ്ങിന് മാറ്റി വയ്ക്കുന്നുണ്ട് ദം ചെയ്യുന്ന സമയത്ത്. ബാക്കി ഞാൻ ഈ ഒരു മാരിനേഷനിലേക്ക് ചേർത്ത് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. പിന്നീട് ഞാൻ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ ഇത്രയും സ്പൈസസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ കുരുമുളക്, ബ്ലാക്ക് കാർഡമം, കറുവപ്പട്ട, ഷാഹി ജീര, മറ്റേ സ്റ്റാർ സാധനം, പിന്നെ മല്ലിയില, ബേ ലീവ്സ്, ഗ്രാമ്പൂ, ഏലക്ക, ഉണക്ക നാരങ്ങ, പിന്നെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 സ്പൂൺ ശുദ്ധമായ നെയ്യ്. ഇത്രയുമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ഈ അടച്ച് വെച്ച് തന്നെ അത് നന്നായിട്ട് തിളച്ച് വരണം. അതായത് ഈ കംപ്ലീറ്റ് സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അതിനുശേഷമാണ് നമ്മൾ കഴുകി വൃത്തിയാക്കിയ അരി ഇതിലേക്ക് ബസ്മതി റൈസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല നീളമുള്ള ബസ്മതി റൈസ്. ഞാൻ ദാവത്തിൻ്റെ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഉപ്പ് മുമ്പിൽ നിൽക്കണം, എന്നാലാണ് റൈസിൽ ആവശ്യത്തിന് ഉപ്പ് പിടിക്കുകയുള്ളൂ. റൈസ് കറക്റ്റ് പരുവത്തിന് എടുക്കണം. അതൊട്ടും വേവ് കൂടാൻ പാടില്ല കേട്ടോ. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കറക്റ്റ് പാകത്തിന് തന്നെ എടുക്കണം. പിന്നീട് ആ റൈസ് വേവിച്ച വെള്ളം നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ച് അതിലേക്ക് കുറച്ച് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം. ഇനി ദം ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മുടെ ചിക്കനിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മല്ലി ഇലയും പുതിന ഇലയും മിക്സ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഗാർണിഷിങ്ങിന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാള വറുത്തത്, പിന്നീട് ഒരു നാരങ്ങ നീര്, ഒരു 3-4 സ്പൂൺ നെയ്യ്, ഇത്രയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ആ റൈസ് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് അവിടെ എവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് നല്ല നാച്ചുറലായിട്ട് റൈസിന് യെല്ലോ കളറ് കൊടുക്കും കേട്ടോ. നമ്മുടെ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പം ചില റൈസ് യെല്ലോയും ചില റൈസ് വൈറ്റും ഒക്കെ ആയിട്ട് മിക്സായി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് തുറന്നപ്പോൾ നോക്കിക്കേ, ദം പൊട്ടിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, ഒഴിച്ചപ്പോൾ യെല്ലോ കളറ് വിസിബിൾ അല്ലായിരുന്നെങ്കിലും ദം പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ദാ നോക്കിക്കേ, ചില റൈസൊക്കെ നല്ല യെല്ലോ കളറിൽ കിടക്കുന്ന കണ്ടോ. നമ്മുടെ ആർട്ടിഫിഷ്യൽ കളറ് തോറ്റു പോകട്ടോ. അപ്പം ഇനി ആ റൈസിൻ്റെ ഒരു പാകവും ആ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം. എല്ലാം കറക്റ്റാണ്. നല്ല അടിപൊളി ബിരിയാണിയാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾ ഇത്രയും നല്ല ബിരിയാണി ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അല്ലാതെ എന്നെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.